പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, ഇന്ന് ഏപ്രിൽ 6-ാം തീയതിയാണ്. 3 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 9-ാം തീയതി, ഏപ്രിൽ 9-ാം തീയതി നമ്മൾ എല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയി നമ്മുടെ വോട്ട് രേഖപ്പെടുത്തും. തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് അതിഭയങ്കരമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് ശരിക്കുള്ള ചൂടാണ്. ചൂടിന് ഒരു കുറവുമില്ല. എല്ലാവരുടെയും അടപ്പ് തെറിച്ചിരിക്കണേ. അപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാവരും നിർബന്ധമായും പോയി വോട്ട് ചെയ്യുക. അവരവരുടെ നേരിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വേണം വോട്ട് ചെയ്യാൻ. രാഷ്ട്രീയ പാർട്ടികളോ മാധ്യമങ്ങളോ മാപ്പറകളോ സോഷ്യൽ മീഡിയകളോ വിശ്വസിക്കരുത്. ഇപ്പം മൊബൈല്, ഇൻ്റർനെറ്റ് കാലഘട്ടമാണ്. ഇവരൊക്കെ പറയണതിൽ എത്രത്തോളം സത്യമുണ്ടെന്നും ഇല്ലെന്നും ഒക്കെ നമുക്കൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നൂറുകണക്കിന് വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ ഗ്യാരണ്ടികളും ഒക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് നോക്കാനുള്ളത്, ഈ പറഞ്ഞ പാർട്ടികൾ നൽകിയ വാഗ്ദാനങ്ങളും ഗ്യാരണ്ടികളും രാജ്യത്തോ നമ്മുടെ കേരളം എന്നുള്ള സംസ്ഥാനത്തിലോ നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക. പല വാഗ്ദാനങ്ങളും ഗ്യാരണ്ടികളും തന്നിട്ടുണ്ട്. ഈ തന്ന വാഗ്ദാനങ്ങളും നടപ്പാക്കിയെന്ന് ചുമ്മാ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെ പറഞ്ഞ വാഗ്ദാനങ്ങൾ ചെയ്ത പാർട്ടികൾ, അവരെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ നമുക്ക് നേരിട്ട് ഉള്ള അനുഭവങ്ങൾ, നമ്മുടെ മുന്നിലുള്ള വികസനങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വയം വിലയിരുത്താം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ വിശ്വസിക്കരുത്. ഇപ്പോൾ ആര് വാത വന്ന പച്ചവെള്ളം പറയുന്ന ആൾക്കാരാണ്. നുണ മാത്രം പറയാനായിട്ട് ശീലിച്ചുള്ള ആൾക്കാരാണ് എല്ലാവരും. അതുകൊണ്ട് നുണ നമ്മൾ സ്വയം കണ്ടെത്തേണ്ട ഒരു ഗതികേടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം. അതായത് 2018 പ്രളയം മുതൽ കേരളത്തിലെ ഒരു പാർട്ടി 1000 വീട്, പിന്നീട് 500 വീടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അതിനൊന്നും ആയില്ല. 2025 കഴിഞ്ഞ വർഷം വയനാട് ദുരന്തം വന്നു. അതിന് 330, പിന്നെ 230, അവസാനം 100 വീടെന്നൊക്കെ പറഞ്ഞ് അത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു വീട് പോലും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഓരോ കക്ഷികളും നമ്മുടെ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ആ ഭരിച്ച കാലഘട്ടത്തിലെ അനുഭവങ്ങൾ, നേരിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നോ ഇല്ലയെന്നൊക്കെ നോക്കണം. 125 രൂപ പെൻഷൻ ഉണ്ടായ സമയത്ത് 28 മാസം തരാത്ത ആൾക്കാർ ഉണ്ട്. 600 രൂപ 18 മാസം തരാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അവരൊക്കെ ഇപ്പോൾ കൂടുതൽ വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇവർ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ, നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. ചില പാർട്ടികൾ ദുരന്തം ബാധിച്ചവർക്ക് വീട് വെക്കാൻ വേണ്ടി പിരിച്ച്, എന്നിട്ട് അവർ പിരിച്ച സംഖ്യ പോലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയനീയമായിട്ട് തോന്നും. ഒരു യുവജന സംഘടനയ്ക്ക് 20 കോടി പിടിക്കാൻ പറ്റി. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന 2-3 ഡിസ്ട്രിക്റ്റുകളിലുള്ള ഒരു പാർട്ടിക്ക് പോലും 40 കോടി പിരിക്കാൻ പറ്റി. അപ്പോൾ അവർ പറയണ സത്യമാണെങ്കിൽ 6 കോടിയൊക്കെ പിരിക്കാൻ പറ്റിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അവരോട് ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ 10 ഇരട്ടി പണം അവർക്ക് പിരിക്കാൻ പറ്റില്ലായിരുന്നു. അല്ലെങ്കിൽ അവർ നന്നായിട്ട് പിരിച്ചിട്ടുണ്ട്, അത് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള പൈസയാണ് നമ്മളോട് പറയണത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാകണം. ഇവർ ഈ പറയണതൊക്കെ ചെയ്യാൻ പറ്റിയ ആൾക്കാരാണോ? ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ തമ്മിലടിക്കാനായിട്ട് തന്നെ അവർക്ക് സമയം ഉണ്ടാവും. മുഖ്യമന്ത്രിയാകാനായിട്ട് ഇടിയുണ്ടാവും, മന്ത്രിമാരാകാനായിട്ട് ഇടിയുണ്ടാവും. അത് കഴിഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ പറഞ്ഞ് നടപ്പാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കാലഘട്ടത്തിൽ അവർ നടപ്പാക്കിയിട്ടുണ്ടോ? അതുപോലെ തന്നെ BJP 2014 1 കോടി ആൾക്കാർക്കൊക്കെ ജോലി തരുമെന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നതാണ്. 500 രൂപക്ക് സിലിണ്ടറും 50 രൂപക്ക് പെട്രോളും ഒക്കെ തരുമെന്നും പറഞ്ഞ് വന്ന പാർട്ടിയാണ്.
അവരിപ്പോഴും വലിയ വലിയ വൻ വാഗ്ദാനങ്ങളും ഗ്യാരണ്ടികളൊക്കെ തരുന്നുണ്ട്. ഗ്യാരണ്ടികളൊക്കെ ഇവർ നടപ്പാക്കൂല എന്ന് ഇവർ തെളിയിച്ചതാണ് 10-12 വർഷമായിട്ട്. അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും കേരളത്തെക്കാളും വളരെ ദയനീയമായ കണ്ടീഷനിലാണ്. അപ്പോൾ 5 വർഷത്തിലൊരിക്കലും നമുക്കൊക്കെ വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അത് നമ്മളുടെ ജനാധിപത്യം എന്നുള്ള ഒരു സിസ്റ്റത്തിൽ അതിലുള്ള ഓരോ പൗരന്മാരും, വോട്ട് ചെയ്യാൻ അർഹരായ എല്ലാ പൗരന്മാരും 100% 9-ാം തീയതി പോയി വോട്ട് ചെയ്യണം. വല്ലരും പറഞ്ഞത് കേട്ട് വോട്ട് ചെയ്യരുത്. പറയണതെല്ലാം പച്ചക്കള്ളമാണെന്ന് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. പിന്നെ ഇവരുടെ ഹിസ്റ്ററി, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കുക. നടത്തിയ പാർട്ടികൾ ഏതാണ്, അതിലേതാണ് ബെറ്റർ അവർക്ക് നോക്കി ചെയ്യുക. ഒരു ഏപ്രിൽ 9-ന് 2026 വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്തൊരു ചാൻസ് കിട്ടുന്നത് 2031. ഈ വന്ന പാർട്ടിന് 5 വർഷം നമ്മൾ ചുമക്കേണ്ടി വരും. അപ്പോൾ അവരവരുടെ വോട്ടവകാശം നിർബന്ധമായിട്ടും അവരവരുടെ നേരിട്ടുള്ള അനുഭവങ്ങളിലും നേരിട്ടുള്ള അറിവിൽ നിന്നും മാത്രം ഉൾക്കൊണ്ട് വോട്ട് ചെയ്യുക. മറ്റുള്ള ആര് പറഞ്ഞാലും ഒന്നും വിശ്വസിക്കരുത്. കണ്ണ് തുറന്നു നോക്കിയാൽ കാണാവുന്ന കാര്യങ്ങളൊക്കെ നമുക്കുള്ളൂ. അത്രേ ഉള്ളൂ. വേറെ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഒരിക്കൽ കൂടി എല്ലാവരും 9-ാം തീയതി 1 മണിക്കൂറോ 2 മണിക്കൂറോ എത്രയോ ആയിക്കോട്ടെ, 5 വർഷത്തിലൊരിക്കലും നമ്മളത് കളഞ്ഞ് പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്യാനായിട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.